നമസ്കാരം. മൂന്നാം ഘട്ടം കഴിയുമ്പോഴേക്കും വോട്ടർമാരുടെ നിസ്സംഗത പ്രകടമാണ്. അത് തുടരുകയാണ്. വോട്ട് ചെയ്തില്ലെങ്കിലും മോദി തന്നെ വരും എന്ന് വിചാരിക്കുന്നവരാണോ, അതോ മോദിക്ക് ഇനി വോട്ട് ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചവരാണോ ഈ പോളിംഗ് ശതമാനം കുറയ്ക്കുന്നത്? മോദിക്ക് അപകടം മണത്തു തുടങ്ങിയിട്ടുണ്ടോ? കാരണം ഓരോ ദിവസവും വളരെ പിടിവിട്ട കൈവിട്ട രീതിയിലുള്ള പരാമർശങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിനുകളിൽ നാം കേൾക്കുന്നത്. നാലാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. ഇന്ന് നമ്മളോടൊപ്പം അതിഥികളായി 3 മാധ്യമപ്രവർത്തകരാണുള്ളത്. ആനന്ദ് കൊച്ചുകുടി, ടി ശ്രീജിത്ത്, നിസാം സെയ്ദ് എന്നിവർ. ആദ്യം ആനന്ദ് കൊച്ചുകുടിയിലേക്ക്. ശ്രീ ആനന്ദ് കൊച്ചുകുടി, ഈ മോദിയുടെ ക്യാമ്പയിൻ, മോദി തന്നെയാണ് സ്റ്റാർ ക്യാമ്പയിനർ, അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിൻ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഒരുതരം ഫ്രസ്ട്രേഷൻ അദ്ദേഹം അനുഭവിക്കുന്നുണ്ട് എന്നാണ്. കാരണം താൻ ചെയ്ത കാര്യങ്ങളെക്കാൾ പ്രതിപക്ഷത്തെ നിരന്തരം ആക്രമിക്കുക, ഉള്ളതോ ഇല്ലാത്തതോ ഒക്കെ പറഞ്ഞ് ആക്രമിക്കുക എന്നൊരു സ്ട്രാറ്റജി അവർ സ്വീകരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാകും ഇത്? അല്ല, അത് പ്രധാനമന്ത്രിക്ക് വിഷയദാരിദ്ര്യം ഉണ്ടായിരിക്കുന്നതിൻ്റെ കാരണം 2014 പോലെയോ 2019 പോലെയോ ഉള്ള ഒരു തെരഞ്ഞെടുപ്പല്ല ഇത്. 2014 അദ്ദേഹം അച്ഛേ ദിൻ, നല്ല ദിവസങ്ങൾ, പിന്നെ വികസനം എന്നുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുകയും 10 വർഷത്തേക്ക് വർഗീയ പരാമർശങ്ങൾക്കെതിരെ, വർഗീയതയ്ക്കെതിരെ ഒരു മൊറട്ടോറിയം പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തിട്ടാണ് അന്ന് അദ്ദേഹത്തിൻ്റെ പഴയ ഇമേജൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തി വികസനം, നാളെ നല്ല ദിവസങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഒരു ലിബറൽ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന കുറേ ആൾക്കാരെ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ പക്ഷത്തേക്ക് കൊണ്ടുവരികയും അദ്ദേഹം 283 സീറ്റോടുകൂടി ജയിക്കുകയും ചെയ്തത്. പക്ഷേ 2019 ആയപ്പോഴത്തേക്കും അത് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോഴാണ് ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശൊക്കെ തോക്കുകയും അതിനുശേഷം ഒരു പെട്ടെന്ന് എന്താണ് ആ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്നൊക്കെയുള്ള ഒരു ചിന്ത വരികയൊക്കെ ചെയ്ത സമയത്താണ് അദ്ദേഹം മുന്നോക്ക സംവരണം ഏർപ്പാടാക്കുകയും കർഷകർക്ക് 6000 രൂപ ഉള്ള ആ ഒരു കിസാൻ സമ്മാൻ നിധി ഏർപ്പാടാക്കുകയൊക്കെ ചെയ്തത്. പക്ഷേ അദ്ദേഹത്തിന് പിന്നെ ലോട്ടറി പോലെ ഒരു പുൽവാമ സംഭവം ഉണ്ടാവുകയും ദേശീയ സുരക്ഷ, പുൽവാമ സംഭവത്തെക്കുറിച്ച് വേറെ ഒന്നും ഞാൻ പ്രതികരിക്കുന്നില്ല, പക്ഷേ സത്യപാൽ മല്ലിക്കിൻ്റെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനുശേഷം ആ തെരഞ്ഞെടുപ്പ് ദേശീയ സുരക്ഷ എന്ന ഒറ്റ പോയിന്റിലേക്ക് ചുരുങ്ങുകയും പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊക്കെ അത് ആ ഒരൊറ്റ പോയിന്റിൽ തന്നെ ഹിന്ദി ഹൃദയഭൂമിയിലൊക്കെ BJP തൂത്തുവാരുകയും ചെയ്തു. പിന്നെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ പക്ഷേ ആ 2 തെരഞ്ഞെടുപ്പുകളുമായിട്ട് വ്യത്യസ്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. ഇപ്പോൾ 2004 തെരഞ്ഞെടുപ്പൊക്കെ പോലെയായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാം. ഈ എന്തൊക്കെ പറഞ്ഞാലും 10 വർഷത്തെ 2 ടേമിലെ ആൻറ്റി ഇൻകംബൻസി ഉണ്ട്. അത് 10 വർഷം കഴിയുമ്പോൾ ഒരു സർക്കാരിന് കുറേ ആൾക്കാർ മടുക്കുന്ന ഒരു കാര്യം, അത് മോദി എത്ര പോപ്പുലറാണ് ഉത്തരേന്ത്യയിൽ അല്ലെങ്കിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ എന്ന് പറഞ്ഞാൽ പോലും അതിന് ഒരു പരിധിയുണ്ട്. ഇപ്പോൾ 2004 അന്ന് എല്ലാവരും പറഞ്ഞത് ഇന്ത്യ ഷൈനിങ് എന്നുള്ള ആ ഒരു പ്രചരണത്തിൽ വാജ്പേയി തിരിച്ചു വരുമെന്നാണ്. അങ്ങനെ ആരും തിരിച്ചു വരില്ല എന്ന് കരുതിയില്ല. കാരണം ഒപ്പോസിഷൻ അത്രയും ഡിസ്യൂണൈറ്റഡ് ആയിരുന്നു. അവർ ഒപ്പോസിഷൻ, അന്നത്തെ പ്രതിപക്ഷം എന്ന് പറയുന്നത് അവർക്കൊരു നേതാവ് പോലുമില്ല, സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാകും എന്നൊക്കെ പറഞ്ഞ് അന്ന് വലിയ ഒരു പ്രചരണമൊക്കെ അഴിച്ചുവിട്ടിരുന്നു. അപ്പോൾ വാജ്പേയി തന്നെ, കാരണം അന്ന് നേതാവ് സോണിയാണല്ലോ പ്രതിപക്ഷത്തിൻ്റെ, അപ്പോൾ ഒരു വിദേശ വനിത എന്നൊക്കെയുള്ള വലിയ വിഷയമുണ്ടായിരുന്നു. എന്തായാലും 2024 വരുമ്പോൾ നരേന്ദ്രമോദിക്ക് വികസനം എന്ന് പറഞ്ഞ ആ ഒരു വികസനത്തിൻ്റെ പേരിൽ വോട്ട് ചോദിച്ചാലുള്ള ഒരു പ്രശ്നം. കാരണം ഇപ്പോൾ ആൾക്കാർ ഉത്തരേന്ത്യയിൽ പോലും ഈ ജോബ്സ് ക്രിയേറ്റ് ചെയ്യുന്നില്ല, അപ്പോൾ തൊഴിൽ ക്രിയേറ്റ് ചെയ്യുന്നില്ല, പിന്നെ വിലക്കയറ്റം, ഇതുപോലെയുള്ള വിഷയങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലാം മോദി എന്നുള്ളൊരു മനുഷ്യൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഇപ്പോൾ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചു എന്നൊക്കെ മാത്രം പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിച്ചാൽ അത് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അത് മാത്രം ഈ ജനങ്ങളെ ബൂത്തുകളിലേക്ക് എത്തിക്കാൻ ഉതകുന്നതല്ല എന്ന് പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ ടീമിലുള്ള ആൾക്കാർക്കുമൊക്കെ മനസ്സിലായതുകൊണ്ടായിരിക്കണം ഈ ഇത്രയും വർഗീയമായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റാനും ആ വർഗീയതയുടെ പേരിൽ, വർഗീയത ആളിക്കത്തിച്ച് ആ വർഗീയതയുടെ പേരിൽ ജനങ്ങളെ വോട്ടിംഗ് കേന്ദ്രങ്ങളിൽ എത്തിക്കുക, അല്ലെങ്കിൽ BJPയുടെ കോർ വോട്ടേഴ്സിനെയെങ്കിലും അവിടെ എത്തിച്ച് ആ വോട്ടുകൾ പോൾ ചെയ്യിക്കുക എന്നുള്ളതിലേക്ക്. കാരണം ആൾക്കാർക്കൊരു മടുപ്പുണ്ട്. ഇപ്പോൾ എന്ത് വന്നാലും മോദി ജയിക്കുള്ളൂ എന്ന് കരുതി വോട്ട് ചെയ്യാത്ത ഒരു സംഘം ആൾക്കാരുണ്ട്. അപ്പോൾ കാരണം പ്രതിപക്ഷം ദുർബലമാണ്, ഒരു കോമ്പറ്റീഷനേ ഇല്ല. അപ്പോൾ അങ്ങനെ കരുതുന്ന കുറേ ആൾക്കാർ ഉണ്ട് ഒരു വശത്ത്. മറുവശത്ത് ഒരു മടുപ്പ്, വോട്ടർ ഫാറ്റീഗ് ഉണ്ട്. ഇത്രയും നാളായല്ലോ, ഇപ്പോൾ 10 വർഷമായല്ലോ
ഇനിയും ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം സെയിമാണ്. മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ സ്കീമുകൾ, ഇദ്ദേഹത്തിൻ്റെ പദ്ധതികളെല്ലാം പഴയ കാര്യങ്ങൾ തന്നെ, പഴയ വീഞ്ഞ് പുതിയ ഉപ്പിലാക്കിയ കാര്യങ്ങളും എല്ലാമാണ്. അപ്പോൾ പുതുമയൊന്നുമില്ല. ജനങ്ങളിലേക്ക് എങ്ങനെ ഒരു സെൻട്രൽ തീമില്ല, ഒരു കൃത്യമായിട്ടൊരു ആഖ്യാനം, നെറേറ്റീവ് സൃഷ്ടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിനെല്ലാം മറികടക്കാനുള്ള ഒരു ഒറ്റമൂലിയാണ് വർഗീയത. അത് പണ്ട് തൊട്ടേ അദ്ദേഹം പ്രയോഗിക്കുന്നതാണ്. അപ്പോൾ ആ വർഗീയത വീണ്ടും എടുത്ത് ഉപയോഗിക്കുന്നു. അത് അദ്ദേഹത്തിന് അതിൻ്റെ ഇപ്പോൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു അജണ്ട അത് തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. ശരി, ശ്രീ ഡി ശ്രീജിത്ത്, BJPയെ സംബന്ധിച്ച് അവരുടെ ഒരു USP ആണ് ഈ തെരഞ്ഞെടുപ്പിലും അവർ വിറ്റഴിക്കുന്നത്. അതിന് അവർക്ക് എല്ലാ കാലത്തും നേട്ടമുണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ വാജ്പേയിയേക്കാൾ നന്നായി അത് വിൽക്കാൻ അറിയുന്ന ആളാണ് നരേന്ദ്രമോദി. ഇത് ഇപ്പോൾ വിറ്റുപോകുന്നില്ല എന്ന് കരുതണമോ? എങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? കാരണം ഈ ഹിന്ദി ഹൃദയഭൂമിയിൽ ആളുകൾ വോട്ട് ചെയ്യാൻ ഇറങ്ങുന്നില്ല എന്ന തോന്നലിൽ നിന്നാണല്ലോ എല്ലാവരും വോട്ട് ചെയ്യാൻ വരുമെന്ന് ഗുജറാത്തിൽ അദ്ദേഹം വോട്ട് ചെയ്യാൻ പോകുമ്പോൾ പോലും പറയുന്നത്. അപ്പോൾ ഈ ഹിന്ദി ഹൃദയഭൂമിയിൽ പരമാവധി വിൽക്കാൻ കഴിയുന്നത് വിറ്റ് കഴിഞ്ഞോ? ആ മാർക്കറ്റ് നിലച്ചോ? അതൊരു വലിയ ചോദ്യമാണ്. കാരണം നമുക്ക് കാലങ്ങളായിട്ട് അറിയാവുന്ന ഒരു രീതിയുണ്ട് ഇവരുടെ ഇലക്ഷൻ പാറ്റേണിന്. ഇപ്പോൾ 2014 നരേന്ദ്രമോദിയും BJPയും അധികാരത്തിൽ വന്നതിന് ശേഷം പ്രതിപക്ഷമോ മറ്റേതെങ്കിലും പാർട്ടികളോ ഉയർത്തുന്ന ഒരു അജണ്ടയും ഒരു തെരഞ്ഞെടുപ്പിലും, അത് ദേശീയ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഈ 3ാമത്തെ ദേശീയ തെരഞ്ഞെടുപ്പാണ്, അതിൽ മാത്രമല്ല ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പുകൾ, സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ, അതിൽ പോലും BJP ഒരു ഒരു എതിരാളികളായിട്ടുള്ള ഒരിടത്തും മറ്റ് പാർട്ടികളുടെ ഒരു അജണ്ടയും മുന്നോട്ട് വരാത്ത തരത്തിലുള്ള ഒരു പ്രചരണ പരിപാടികളാണ് ഇവർ സംഘടിപ്പിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനുകളിലൊക്കെ നമുക്കറിയാം, കോൺഗ്രസ് എല്ലാം ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച, പല പ്രാദേശിക പാർട്ടികൾ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച പല തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യങ്ങളും നിലനിൽക്കാതാവുകയും മോഡി എന്ന് പറയുന്ന ഒരു മന്ത്രം മാത്രം നിലനിൽക്കുകയും അതേസമയം അവരുടെ നാഷണലിസം, ഹിന്ദുത്വം എന്ന് പറയുന്ന അജണ്ടകൾ മാത്രം ഉയർന്നു കേൾക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു ആവർത്തനം, അതിനോടുള്ളൊരു മറുപടി ആയിട്ടാണ് പല പ്രതിപക്ഷ പാർട്ടികളും പ്രതികരിച്ചിരുന്നത്. പക്ഷേ ഇത്തവണ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടൊരു കാര്യമാണ് തുടക്കം മുതൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഹിന്ദി ഹാർട്ട്ലാൻഡ് എന്ന് പറയുന്ന എല്ലാ പ്രദേശങ്ങളിലും ഈ പറയുന്ന ഈ മോഡിയുടെ മുദ്രാവാക്യങ്ങൾ, ഈ ഹിന്ദുത്വയുടെ അജണ്ടകൾ, അത് പലരും ഏറ്റെടുക്കാനായിട്ട് തായ്ലാൻഡ് മാത്രമല്ല വളരെ സ്ട്രോങ് ആയിട്ട് പല സ്ഥലത്തു നിന്നും നേരത്തെ പറഞ്ഞതുപോലെ തൊഴിലില്ലായ്മ എന്ന് പറയുന്നൊരു പ്രശ്നം, വിലക്കയറ്റം എന്ന് പറയുന്ന പ്രശ്നം, പ്രാദേശികമായിട്ടുള്ള ഈ ഭരണത്തോടുള്ള എതിർപ്പുകൾ, ഇതെല്ലാം വളരെ ഉയർന്ന ശബ്ദത്തിൽ നമുക്ക് കേൾക്കാമായിരുന്നു. ഇപ്പോൾ ബീഹാർ പോലെയുള്ള ഒരു സംസ്ഥാനത്ത് വളരെ ഫലപ്രദമായിട്ട് തേജസ്വി യാദവ് ഈ പ്രചരണം നടത്തുന്നുണ്ട്. പലവട്ടം പല രീതിയിൽ നിങ്ങൾ രാമനെ മനസ്സിൽ വെച്ചിട്ട് വേണം ഇലക്ഷന് പോകാൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു നോക്കി, രാമക്ഷേത്രത്തിൻ്റെ കാര്യം പറഞ്ഞു നോക്കി, ഹിന്ദു മുസ്ലിം കാര്യങ്ങൾ പറഞ്ഞു നോക്കി. പക്ഷേ അവിടെ എല്ലാം ഈ പറയുന്ന ഈ ബേസിക് അജണ്ടയിലേക്ക് പ്രതിപക്ഷ കക്ഷികൾ തിരിച്ചു വരുന്നത് കാണാം. അപ്പോൾ മധ്യപ്രദേശ് പോലുള്ള ഒരു സംസ്ഥാനത്താണെങ്കിൽ വളരെ മൃഗീയമായ തോതിൽ ഇവർക്ക് ഭൂരിപക്ഷമുള്ള, BJPക്ക് ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലമാണ്. അവിടെ കഴിഞ്ഞ തവണ ഒരേ ഒരു സീറ്റാണ് നഷ്ടപ്പെട്ടത്. പക്ഷേ അവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, അവിടുത്തെ ഈ കഴിഞ്ഞ അവസാനത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പോലും ഉണ്ടായിരുന്ന പോളിംഗ് ശതമാനത്തേക്കാൾ ഏതാണ്ട് 10-15% കുറവായിട്ടാണ് ഇത്തവണ പോളിംഗ് നടന്നിട്ടുള്ളത്. അത് മാത്രമല്ല, കഴിഞ്ഞ തവണ ഇവർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനമായി എന്ന് കരുതുന്ന സ്ത്രീ വോട്ടർമാരുടെ എണ്ണം ഇത്തവണ വളരെയധികം കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഭോപ്പാലിൽ BJPയുടെ മുതിർന്ന നേതാക്കന്മാരെ, MP-മാരെ, BJPയുടെ MLA-മാരെ എല്ലാം വിളിച്ച യോഗത്തിൽ അമിത്ഷാ ഭീഷണിപ്പെടുത്തുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരാൾക്ക് പോലും നിങ്ങളുടെ ഇനി അടുത്ത മറ്റ് ഘട്ടങ്ങളിൽ പോളിംഗ് കുറഞ്ഞാൽ, നിങ്ങളുടെ മണ്ഡലങ്ങളിൽ പോളിംഗ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാർട്ടിയിൽ ഒരു സ്ഥാനവും ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തുക ചെയ്തിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു തരത്തിലേക്ക് പോയതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന തരത്തിലേക്ക് കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയെക്കുറിച്ചിട്ട് പ്രധാനമന്ത്രി സംസാരിക്കുക. സാധാരണഗതിയിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഒരിക്കലും സംഭവിച്ചിട്ടില്ല. കാര്യം കോൺഗ്രസിനെ ചീത്ത പറയാനാണെങ്കിൽ പോലും കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയെക്കുറിച്ചിട്ടാണ് ഇവർ ആവർത്തിച്ച് സംസാരിക്കുന്നത്. കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക ചർച്ചയിലേക്ക് വരുന്നു. അതോടൊപ്പം അവരുടെ ചിരപുരാതനമായിട്ടുള്ള ഹിന്ദു മുസ്ലിം ഒരു കാർഡ് എടുക്കാൻ ശ്രമിക്കുന്നു. ഏറ്റവും
വിശാലമായ തോതിൽ മാലിന്യം പുറപ്പെടുവിക്കുന്നത് പോലെ ഈ മുസ്ലിം ഹേറ്റ്രഡ് പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇന്നിപ്പോ ഈ അദാനി അംബാനി പറഞ്ഞതിന്റെ കൂട്ടത്തിൽ തന്നെ ക്രിക്കറ്റ് കളിക്കാരെ ഇനി കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ക്രിക്കറ്റ് കളിക്കാരെ മതം തോക്കിയായിരിക്കും തെരഞ്ഞെടുക്കുന്നത് തുടങ്ങിയിട്ടുള്ള വിചിത്രമായ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം നടത്തിയിട്ടുണ്ട്. ഇതിന്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഒരു സ്ഥലത്ത് ഒരു പാനിക് ബട്ടൺ അവർ മുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം, ഒരു 3 ഘട്ടം വോട്ട് ചെയ്യുമ്പോൾ പകുതിയിലധികം 52% സീറ്റുകളിൽ കഴിഞ്ഞു പോളിംഗ്. ഇനിയുള്ള 4 ഘട്ടത്തിൽ ബാക്കിയുള്ള 48% അടുത്തേ പോളിംഗ് നടക്കാനുള്ളൂ. പകുതിയോളം കടന്നു കഴിഞ്ഞപ്പോൾ അതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ പകുതിയോളം സീറ്റുകൾ വളരെ നിർണായകമായിട്ട് മാറുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പകുതി സ്ഥലങ്ങളിൽ നിന്നാണ് ഈ 50%-ലേറെ വോട്ട് നേടി BJP ജയിച്ച ഭൂരിപക്ഷം മണ്ഡലങ്ങളും ഉള്ളത്. ഈ സ്ഥലങ്ങളിൽ വോട്ട് കുറഞ്ഞിട്ടുണ്ട്, പോളിംഗ് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു ഭീതി ഇവരെ വല്ലാതായിട്ട് അലട്ടുന്നുണ്ട്. ഇപ്പോൾ പലരും ആദ്യ ഘട്ടം എന്ന് പറയുന്ന പകുതിയോളം കഴിഞ്ഞിരിക്കുമ്പോൾ ഈ മറ്റ് 52%-ഓളം മറ്റ് സീറ്റുകളിൽ വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുമ്പോൾ കഴിഞ്ഞ തവണ കിട്ടിയതിൽ ഒരു 20 മുതൽ 30 വരെ സീറ്റുകൾ കുറവായിരിക്കും BJPക്ക് ലഭിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. അതിനേക്കാൾ കുറച്ചും കൂടി കഠിനമായ തോതിലാണ് അടുത്ത ഒരു ഇത് വരുന്നത്. കാര്യം നമ്മളിന്ന് ആലോചിച്ച് നോക്കുമ്പോൾ കുറച്ച് വിചിത്രമാണ്. കാരണം ഇനി വരാൻ പോകുന്ന ഫേസുകളിൽ കോൺഗ്രസ് ഡയറക്റ്റായിട്ട് BJPയോട് ഏറ്റുമുട്ടുന്ന വളരെ കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ. ഇപ്പോൾ ഹരിയാനയിൽ ആകെ 10 മണ്ഡലങ്ങളാണുള്ളത്. ഹരിയാന പോലെയുള്ള ഒരു സ്റ്റേറ്റാണ് കോൺഗ്രസ് ഉള്ളത്. ഇപ്പോൾ തെലുങ്കാനയിൽ കോൺഗ്രസും BRSും തമ്മിലുള്ള മത്സരത്തിൽ 3ാമത്തെ കക്ഷിയാണ് BJP. അപ്പോൾ കഴിയുന്നത്ര സീറ്റ് പിടിക്കുക, കഴിയുന്നത്ര 2ാമത്തെ കക്ഷിയായിട്ടെങ്കിലും അവിടെ മാറാൻ കഴിയുക, TRSന് അല്ലെങ്കിൽ BRSന് ഉണ്ടായിട്ടുള്ള ഒരു ചെറിയ ക്ഷീണത്തിൽ മുതലെടുക്കാൻ ശ്രമിക്കുക തുടങ്ങിയൊക്കെ അജണ്ടകളെ BJPയുടെ മുന്നിലുള്ളൂ എന്ന് നോക്കുക. എന്നിട്ട് പോലും ഈ കോൺഗ്രസിനെതിരായിട്ട്, രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് ഇതിൽ ഒരു പരാമർശം നടത്തണമെങ്കിൽ അവരുടെ ഇതുവരെയുള്ള ഒരു അല്ലെങ്കിൽ ഒരു പ്രചരണത്തിന്റെ ഒരു രീതി പൊളിഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ അവിടെ എന്തോ പാളിച്ചു വന്നിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബീഹാർ ആയിക്കോട്ടെ, UP ആയിക്കോട്ടെ, വെസ്റ്റ് ബംഗാൾ ആയിക്കോട്ടെ, പല സംസ്ഥാനങ്ങളിലും നേരിട്ട് BJPയും കോൺഗ്രസും, അല്ലെങ്കിൽ കോൺഗ്രസ് ഇവിടെ ഒന്നും അടുത്ത ഫേസുകളിൽ വലിയ കക്ഷിയല്ല, എന്നിട്ടുമാണ് ഇവിടെ ഇത്തരമൊരു ആക്രമണം കോൺഗ്രസിന് നേരെ നടത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ശരി, ശ്രീ നിസാം സെയ്ദ്, ഓക്കെ, വോട്ട് കുറഞ്ഞാൽ അത് BJPക്ക് ക്ഷീണമാണ് എന്നൊരു ഹൈപ്പോത്തീസിസിൽ നമുക്ക് എത്തിയാൽ പോലും ഈ വോട്ട് കുറഞ്ഞു എന്നുള്ളത് കൊണ്ട് BJPക്ക് ലഭിക്കേണ്ട വോട്ടുകൾ കുറച്ച് കുറഞ്ഞു എന്നതുകൊണ്ട് ഇന്ത്യ മുന്നണി അവിടെ ജയിക്കണമെന്നുമില്ല. കാരണം അങ്ങനെ ജയിക്കാൻ ആവശ്യമായ വോട്ട് നേടാൻ ആവശ്യമായ അത്ര ശക്തമായ സംഘടനാ സംവിധാനം ഒന്ന് വേണം. അത് കോൺഗ്രസിന് എത്രമാത്രം ഉണ്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പോൾ നിലവിൽ കോൺഗ്രസിൻ്റെ ഘടകകക്ഷികൾ, ഇപ്പോൾ മഹാരാഷ്ട്രയിലാകട്ടെ, മഹാരാഷ്ട്രയിൽ അവശിഷ്ട NCPയും അവശിഷ്ട ശിവസേനയും സ്വന്തം ചിഹ്നത്തിൽ പോലുമല്ല മത്സരിക്കുന്നത് എന്നിരിക്കെ ഈ ജയിക്കാൻ ആവശ്യമായ വോട്ട് നേടാൻ ഇന്ത്യ മുന്നണി കഴിയുമോ? ഈ 3 റൗണ്ട് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഏതാണ്ട് 283 സീറ്റ്, 543 ഏതാണ്ട് പകുതിയിലേറെ സീറ്റുകൾ സൂറത്തോട് ഉൾപ്പെടുത്തിയാൽ 284 സീറ്റുകളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഈ പകുതിയിലേറെ സീറ്റുകളിലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ BJPക്ക് ലഭിക്കുന്ന ഫീഡ്ബാക്ക് BJPക്ക് വളരെയൊന്നും ആശാവഹമല്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത്. 400 പാർ 400-ലധികം സീറ്റുകൾ എന്ന മുദ്രാവാക്യവുമായി തെരഞ്ഞെടുപ്പിലേക്ക് പോയ BJPക്ക് ആ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു എന്നതിൻ്റെ സൂചനകൾ വിവിധ മേഖലകളിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിൻ്റെ പ്രതിഫലനങ്ങൾ കൃത്യമായി ഉണ്ടാകുന്ന ഒരു മേഖലയാണ് സ്റ്റോക്ക് മാർക്കറ്റ്. സ്റ്റോക്ക് മാർക്കറ്റിൽ രാഷ്ട്രീയ നിലപാടുകളിൽ അല്ലെങ്കിൽ പോളിസി മാറ്റേഴ്സിൽ തുടർച്ച ഉണ്ടാകുമെന്നുള്ളപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ സ്ഥിരതയുണ്ടാകും. ഒരു ഭരണമാറ്റം ഉണ്ടായേക്കാം, കമ്പോള സൗഹൃദമല്ലാത്ത ഒരു സർക്കാർ അധികാരത്തിലേക്ക് എത്തിയേക്കാം, അല്ലെങ്കിൽ കമ്പോള സൗഹൃദമായ നയങ്ങൾ തുടർന്നു പോകുമെന്നുള്ള കാര്യത്തിൽ ആശങ്ക ഉണ്ടായേക്കാം. എന്നൊക്കെയുള്ള ഘട്ടത്തിൽ സ്റ്റോക്ക് മാർക്കറ്റ് കാണിക്കുന്ന ഒരാശങ്കയുടെ പ്രതിഫലനത്തെയാണ് വോളറ്റൈലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഈ വോളറ്റൈലിറ്റി ഇൻഡെക്സ് ഭരണത്തിൻ്റെ ഒരു തുടർച്ച ഉണ്ടാവുകയില്ല എന്ന് സ്റ്റോക്ക് മാർക്കറ്റിന് ഭയമുണ്ടാകുമ്പോഴും പുതിയ വരുന്ന സർക്കാരിൻ്റെ നയം എന്താണ് എന്ന ആശങ്ക ഉണ്ടാകുമ്പോഴുമൊക്കെയാണ് കുതിച്ചുയരാറുള്ളത്. കഴിഞ്ഞ ഒരു 3 ആഴ്ചകൾക്ക് മുമ്പ്, തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ്, ഈ വോളറ്റൈലിറ്റി ഇൻഡെക്സ് വളരെ ഏറ്റവും താഴ്ന്ന നിലയിലായിരുന്നു. കഴിഞ്ഞ 3 ആഴ്ച കൊണ്ട് ഈ വോളറ്റൈലിറ്റി ഇൻഡെക്സ് ഏറ്റവും ഉയർന്ന നിലയിലെത്തിയിരിക്കുന്നു.
അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഭരണമാറ്റം ഉണ്ടായേക്കാമെന്ന് സ്റ്റോക്ക് മാർക്കറ്റ് ആശങ്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇതിനോട് കൂട്ടി വായിക്കേണ്ട സമാനമായ ഒരു സാഹചര്യം അമേരിക്കയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഒരു ഭരണമാറ്റം ഉണ്ടായേക്കാമെന്നുള്ള ആശങ്ക അവിടെയും നിലനിൽക്കുന്നു. അവിടെയും ഈ വോളറ്റാലിറ്റി ഇൻഡെക്സ് വളരെയധികം കുതിച്ചുയരുകയാണ്. അപ്പോൾ ഈ വോളറ്റാലിറ്റി ഇൻഡെക്സ് കുതിച്ചുയരുന്നതിൻ്റെ അർത്ഥം സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ഭരണമാറ്റം മണക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതുപോലെ തന്നെയാണ് സത്താ ബസാർ, പന്തയച്ചന്ത രാഷ്ട്രീയത്തിലെ ചെറിയ മാറ്റങ്ങളെ പോലും സസൂക്ഷ്മമായി വീക്ഷിക്കുകയും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ്. തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന ഘട്ടത്തിൽ സത്താ ബസാർ BJPക്ക് പ്രവചിച്ചിരുന്നത് 330 സീറ്റാണ്. എന്നാൽ ഏറ്റവും അവസാനം ഇന്നലത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം സത്താ ബസാറിൽ അത് 240 സീറ്റായി കുറഞ്ഞിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതൊക്കെ വ്യക്തമാക്കുന്നത് തെരഞ്ഞെടുപ്പിന് കാറ്റ് എങ്ങോട്ടാണ് എന്ന് വിശകലനം ചെയ്യുന്ന പല മേഖലകളിലും BJPയുടെ റേറ്റിംഗ് കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് മാധ്യമരംഗത്ത് ഉണ്ടാകുന്ന അടുത്ത കാലത്തുണ്ടായ സമൂലമായ ചില സമീപന വ്യത്യാസങ്ങൾ. നമുക്കെല്ലാം അറിയാം, ഗോദി മീഡിയയുടെ തലതൊട്ടപ്പനായിരുന്നു സി ന്യൂസിൻ്റെ സുഭാഷ് ചന്ദ്ര തൻ്റെ ചാനലുകൾക്ക് പരസ്യമായി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് നരേന്ദ്രമോദി, അമിത് ഷാ, യോഗി തുടങ്ങിയവരുടെ മീറ്റിങ്ങുകൾ ലൈവായി പ്രദർശിപ്പിക്കരുതെന്നുള്ളത്. മോഡിയുമായി ഏറ്റവും അധികം അടുപ്പമുണ്ടായിരുന്ന പത്രപ്രവർത്തകരിൽ ഒരാളായ അഭയ് ഓജയെ സി ന്യൂസിൻ്റെ CEO സ്ഥാനത്ത് നിന്നും മാറ്റിയിരിക്കുന്നു. അതുപോലെ തന്നെ കടുത്ത മോദി ഭക്തരായ പല ജേർണലിസ്റ്റുകളോടും അവധിയിൽ പോകാൻ സുഭാഷ് ചന്ദ്ര ആവശ്യപ്പെട്ടിരിക്കുന്നു. സുഭാഷ് ചന്ദ്രയ്ക്ക് മോഡിയുമായി കഴിഞ്ഞ കുറേ കാലമായി ചെറിയ അകൽച്ചയുണ്ട് എന്നുള്ളൊരു വാർത്തകൾ വരുന്നുണ്ട്. സി ന്യൂസും സോണി TVയും തമ്മിൽ ഉണ്ടായ ലയനം നടക്കാതെ പോയതും, അതുപോലെ തന്നെ റിലയൻസിന് മാധ്യമരംഗത്ത് വലിയ കടിഞ്ഞാണില്ലാത്ത സ്വാതന്ത്ര്യം നൽകിയതുമൊക്കെ മോഡിയുമായി സുഭാഷ് ചന്ദ്രയെ കുറേയൊക്കെ അകറ്റി എന്നൊരു വാർത്തയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പരസ്യമായി മോഡിക്കെതിരെ രംഗത്ത് വരാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ 3 ഘട്ടത്തിലെ എക്സിറ്റ് പോളുകൾ ചാനൽ മുതലാളി എന്ന നിലയിൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ആ എക്സിറ്റ് പോളുകൾ നൽകുന്ന ധൈര്യമാണ് സുഭാഷ് ചന്ദ്രയെ മോഡിക്കെതിരെ പരസ്യമായി രംഗത്ത് വരാൻ ധൈര്യം പകരുന്നതെന്നാണ് പല റിപ്പോർട്ടുകളും പറയുന്നത്. അതുപോലെ തന്നെയാണ് പല ചാനലുകളും ഹിന്ദിയിലെ ഒരു കാലത്തും കോൺഗ്രസ്സിന് ഒരിടവും കൊടുക്കാത്ത, ക്രിയാത്മകമായി ഒരിടവും കൊടുക്കാതിരുന്ന ആജ് തക്ക് പോലെ, 24 ന്യൂസ് പോലെ, ABP ന്യൂസ് പോലെയുള്ള ചാനലുകളിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമൊക്കെ വളരെയേറെ സ്പേസ് കൊടുക്കുന്ന കാഴ്ച നാം കാണുന്നുണ്ട്. ഗൽഗോത്തിയ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ കോൺഗ്രസ് ആസ്ഥാനത്തിന് മുമ്പ് നടത്തിയ ഒരു സമരപ്രഹസനത്തെ തുറന്നു കാണിക്കുവാൻ ആജ് തക്ക് പോലൊരു ചാനൽ തയ്യാറായി എന്ന് പറയുന്നത് 2 മാസം മുമ്പ് സങ്കല്പിക്കുവാൻ പോലും കഴിയാതിരുന്ന കാര്യങ്ങളാണ്. സാധാരണ യൂട്യൂബ് ചാനലുകളും അതുപോലെ വളരെ പ്രാദേശികമായ ഹിന്ദി ചാനലും ചെയ്തൊരു കാര്യമാണ്. അശുതോഷ് എന്നൊരു മാധ്യമപ്രവർത്തനം അത് ചെറിയ സമയം കൊണ്ട് പൊട്ടിച്ചു കളഞ്ഞു, ബസ്റ്റ് ചെയ്തത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ഇതിനു മുമ്പ് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമായിരുന്ന കാര്യങ്ങളല്ല. അങ്ങനെ BJPയുടെ നില വളരെ മോശമായി വരുന്നു എന്നുള്ള ഒരു സന്ദേശം വിവിധ കോണുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ രാഷ്ട്രീയ നിരീക്ഷകരിൽ ഒരാളായ തെരഞ്ഞെടുപ്പ് വിദഗ്ധനായ സഫോളജിസ്റ്റായ യോഗേന്ദ്ര യാദവ് കഴിഞ്ഞ കുറേ നാളുകളായി ഇന്ത്യയിലെ വിവിധ മേഖലകളിൽ, ഗ്രാമാന്തരങ്ങളിൽ, നഗരങ്ങളിലൊക്കെ യാത്ര ചെയ്യുകയാണ്. അദ്ദേഹം കൃത്യമായി വിശകലനം ചെയ്യുന്നത് BJPയുടെ നില എല്ലാ സംസ്ഥാനത്തും മോശമായി വരികയാണ് എന്ന് അദ്ദേഹം കൃത്യമായി ആളുകളെ കണ്ട ശേഷം പറയുന്നു. അദ്ദേഹം വിലയിരുത്തുന്നത് കർണാടകത്തിൽ 15 മുതൽ 20 സീറ്റ് വരെ BJPക്ക് നഷ്ടമാകും എന്നുള്ളതാണ്. BJPക്ക് നഷ്ടമാകും, കോൺഗ്രസിൽ ലഭിക്കും എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അത്രയും തന്നെ സീറ്റുകൾ BJPക്ക് നഷ്ടമാകുകയാണ്. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിലെ സെൻട്രൽ തീമായി വന്നിരിക്കുന്നത് ഉദ്ധവ് താക്കറെയും ശരത് പവാറിൻ്റെയും പാർട്ടികളെ പിളർത്താൻ BJP കാണിച്ച ഒരു അമിതാവേശം ഇപ്പോൾ അവർക്ക് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. അതിൻ്റെ പേരിൽ വലിയ സഹതാപമാണ് ഉദ്ധവ് താക്കറേക്കും ശരത് പവാറിനും ലഭിക്കുന്നത്. മാത്രമല്ല, 2 ഗുജറാത്തികൾ ചേർന്ന് മഹാരാഷ്ട്രയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് ഉദ്ധവ് താക്കറെ പ്രസംഗിക്കുമ്പോൾ അതിന് വലിയ പ്രതികരണമാണ് ജനങ്ങളിൽ ലഭിക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് 48 സീറ്റുകളിൽ 24 സീറ്റുകളെങ്കിലും മഹാവികാസ് അഘാഡിക്ക് ലഭിക്കും എന്നാണ് സ്വതന്ത്ര നിരീക്ഷകരെല്ലാം പറയുന്നത്. BJPക്ക് വളരെ ശക്തമായ സാന്നിധ്യമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 26 സീറ്റുകളിൽ ലഭിച്ച രാജസ്ഥാനിൽ 10 സീറ്റുകളിലെങ്കിലും പ്രവചനാതീതമായ മത്സരം നടക്കുന്നു എന്ന് എല്ലാവരും പറയുന്നു.
ഗുജറാത്തിലും സർക്കാരിനെതിരെ വലിയ വികാരമുണ്ട്. പക്ഷേ അത് പ്രതിപക്ഷങ്ങൾക്ക് എത്രമാത്രം മുതലാക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിനും സംശയമുണ്ട്. സ്വതന്ത്ര മാധ്യമപ്രവർത്തകർക്ക്, സ്വതന്ത്ര നിരീക്ഷകർക്കാകെ സംശയമുണ്ട്. ഹരിയാനയിൽ എന്ത് സംഭവിക്കും നമുക്ക് മനസ്സിലായി. രാഷ്ട്രീയ മാറ്റങ്ങൾ കൃത്യമായി അറിയാൻ കഴിയുന്നവരാണ് അവസരവാദികളായ രാഷ്ട്രീയക്കാർ. 3 സ്വതന്ത്രർ BJP മുന്നണിക്ക് പിന്തുണ പിൻവലിച്ചു എന്ന് പറയുമ്പോൾ കാറ്റ് എങ്ങോട്ടാണ് എന്നവർക്ക് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അവർ BJPക്ക് പിന്തുണ പിൻവലിക്കുകയും കോൺഗ്രസിന് പിന്തുണ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിലെ ഹവ എങ്ങോട്ടാണ്, കാറ്റ് എങ്ങോട്ടാണ് എന്ന് അവർ മനസ്സിലാക്കുകയും അതനുസരിച്ച് നീങ്ങാൻ അവർ തയ്യാറാകുന്നതാണ്. ഡൽഹിയിലും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള സഖ്യം വളരെ നന്നായി വർക്ക് ചെയ്യുന്നു. കനയ്യകുമാറിൻ്റെയൊക്കെ വിജയം ഉറപ്പാണെന്ന രീതിയിലാണ് പറഞ്ഞത്. ഏറ്റവും അത്ഭുതമുണ്ടാകുന്നത് നമുക്ക് UPയിൽ നിന്നും കിട്ടുന്ന റിപ്പോർട്ടുകളാണ്. UPയിൽ ഇപ്പോൾ 62 സീറ്റുകളാണ് BJPക്കുള്ളത്. സഖ്യകക്ഷികളും കൂട്ടി 64. അതല്ലാണ്ട് 80 സീറ്റുകൾ തന്നെ നേടുമെന്ന് BJP പറയുന്നു. 75 സീറ്റുകളെങ്കിലും ലഭിക്കും എന്നുള്ള വിശ്വാസമായിരുന്നു പൊതുവെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് BJPക്ക് UPയിലാകെ വലിയ തിരിച്ചടികൾ നേരിടുന്നു എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വെസ്റ്റേൺ UPയിൽ BJP ഓൾറെഡി വലിയ സെറ്റ് ബാക്കുകൾ നേരിട്ടതായിട്ടാണ് റിപ്പോർട്ട്. അവിടെ ജാട്ടുകളും മുസ്ലിങ്ങളും ഒരുമിച്ച് വോട്ട് ചെയ്യുന്ന അവസ്ഥയുണ്ടായിരിക്കുന്നു. അതിനേക്കാൾ ഉപരി എക്കാലവും BJPയുടെ ഏറ്റവും വലിയ വോട്ട് ബാങ്കായിരുന്ന, ഏറ്റവും ശക്തമായ പിന്തുണയായിരുന്ന ഠാക്കൂർമാർ ഈ തവണ BJPക്കെതിരായി വോട്ട് ചെയ്യുന്നു എന്നാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, യോഗി ആദിത്യനാഥ് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ തണുത്ത സമീപനമാണ് സ്വീകരിക്കുന്നതാണ് അവിടെയുള്ള റിപ്പോർട്ട്. നരേന്ദ്രമോദിയും അമിത്ഷായും വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്തിയാൽ യോഗി ആദിത്യനാഥിൻ്റെ ഗതി വസുന്ധരരാജ സിന്ധ്യയുടേതയോ അല്ലെങ്കിൽ ശിവരാജ് സിംഗ് ചൗഹാൻ്റെയോ രമൺ സിംഗിൻ്റെയോ ഒക്കെ ആവുമെന്നുള്ള ഭീതി യോഗിക്കുമുണ്ട്, ഠാക്കൂർ സമുദായത്തിലാകെയുണ്ട്. അതുകൊണ്ട് ഇവർ അധികാരത്തിലേക്ക് തിരിച്ചു വരുന്നതിനെ ഠാക്കൂർ സമുദായം ഭയക്കുന്നു. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അഗ്നിവീർ എന്ന് പറയുന്നത്. ഠാക്കൂർ സമുദായത്തിൽ നിന്ന് വളരെയേറെ ആളുകൾ പട്ടാളത്തിൽ ചേരുന്ന ആളുകളാണ്. അവരുടെ പ്രധാന തൊഴിൽ മേഖലയാണ്, തൊഴിൽ സാധ്യതയാണ് ആംഡ് ഫോഴ്സസിൽ ചേരുക എന്നുള്ളത്. അഗ്നിവീർ എന്ന പദ്ധതി നടപ്പിലാക്കിയതോടുകൂടി അത് ഏറ്റവും അധികം ബാധിക്കുന്നത് ഠാക്കൂർമാരെയാണ്. അതുപോലെ തന്നെ ഠാക്കൂർമാർ വലിയ തോതിൽ BJPക്കെതിരാകുകയാണ്. അതുപോലെ തന്നെ VK സിംഗിന് സീറ്റ് നിഷേധിച്ചത്, VK സിംഗ് ഠാക്കൂർമാർക്കിടയിൽ വലിയ സ്വാധീനമുള്ള നേതാവാണ്. VK സിംഗിന് സീറ്റ് നിഷേധിച്ചത് BJPക്ക് വലിയ തിരിച്ചടിയായി പോകുന്നുണ്ട്. ആ തിരിച്ചടിയെ നേരിടാനായിട്ടാണ് ഗുസ്തി ആരോപണം നേരിട്ട സ്ഥാനാർത്ഥിയുടെ ആളുടെ മകന് BJP സീറ്റ് കൊടുക്കാൻ നിർബന്ധമായത്. ഇങ്ങനെ UPയിൽ BJPക്ക് വലിയ തിരിച്ചടി. ദളിത് വോട്ടുകൾ കോൺഗ്രസിലേക്ക് വരുന്നു, മുസ്ലിം വോട്ടുകൾ കൺസോളിഡേറ്റഡ് ആവുന്നു, യാദവ് മുസ്ലിം പ്ലസ് ദളിത് വോട്ടുകൾ കൺസോളിഡേറ്റഡ് ആവുന്നു എന്നൊരു സന്ദേശം UPയിൽ ഉണ്ടാകുന്നത്. അത് BJPക്ക് വലിയ തിരിച്ചടി ആയേക്കാം എന്നുള്ള വാർത്തകളാണ് വരുന്നത്. അങ്ങനെ ഇത്രയും പ്രതികൂലമായ ഘടകങ്ങൾ BJP നേരിടുന്നു. BJPക്കുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, BJPക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാവുന്ന സ്ഥലങ്ങളിലെയൊക്കെ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി തെരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോകുന്ന സ്ഥലങ്ങളിൽ BJP ഓൾറെഡി പീക്ക് ചെയ്തിരിക്കുന്ന, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകൾ നേടിയിരിക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെ നിന്നും ഇനി BJPക്ക് സീറ്റുകൾ നഷ്ടപ്പെടുവാൻ മാത്രമേ ഉള്ളൂ. BJPക്ക് അധികമായി സീറ്റുകൾ പ്രതീക്ഷിക്കാവുന്ന 2 സ്ഥലങ്ങൾ, ഒന്ന് ഒറീസയും പിന്നൊന്ന് വെസ്റ്റ് ബംഗാളുമാണ്. വെസ്റ്റ് ബംഗാളിലും സമീപകാല സംഭവ വികാസങ്ങൾ BJPക്ക് തിരിച്ചടിയായിട്ടുണ്ട്. മാത്രമല്ല ബംഗാളിൽ നിന്ന് ലഭിക്കുന്ന വാർത്തകൾ അനുസരിച്ച് ആൻറ്റി ഇൻകംബൻസി വോട്ടുകൾ BJPക്കും കോൺഗ്രസ് CPM സഖ്യത്തിനുമായി വിഭജിച്ചു പോകുന്നു എന്ന വാർത്തകളാണ്. ഇങ്ങനെ എല്ലാ സ്ഥലത്തു നിന്നും BJPക്ക് തിരിച്ചടി ഉണ്ടാകുന്നു എന്നുള്ള വാർത്തകൾ വരുമ്പോൾ അത് ഇന്ത്യ മുന്നണിക്ക് വോട്ടായി മാറുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങളിൽ UPയെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ, കഴിഞ്ഞ UP നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ സമാനമായ സാഹചര്യങ്ങളൊക്കെ UPയിൽ ഉണ്ടായിരുന്നു. ഈ ജാട്ടുകൾക്കിടയിലുള്ള അസ്വാസ്ഥ്യം, അതുപോലെ ഒരുപാട് ഘടകങ്ങൾ. ഇപ്പോൾ ഈ അഗ്നിവീർ പോലും ഈ പറയുന്ന കഴിഞ്ഞ UP ഇലക്ഷന് മുമ്പ് റോൾ ഔട്ട് ചെയ്ത ഒരു കാര്യമാണ്. പക്ഷേ എങ്കിലും എന്തൊക്കെ അവിടെ നിന്ന് ഗ്രൗണ്ട് റിപ്പോർട്ടിൽ അസ്വസ്ഥതകളുണ്ട് എന്ന് പറഞ്ഞാലും വോട്ടെണ്ണുമ്പോൾ BJP കയറി വരും. ഇപ്പം മധ്യപ്രദേശിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എടുക്കുക. മധ്യപ്രദേശ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്ത മുഴുവൻ മാധ്യമപ്രവർത്തകരും അതിരൂക്ഷമായ ഭരണവിരുദ്ധ വികാരം അവിടെ ഉണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്തതാണ്. ഒരാൾ പോലും തിരിച്ചു പറഞ്ഞിട്ടില്ല. എന്നിട്ടും വോട്ടെണ്ണിയപ്പോൾ BJP വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയാണ് ഉണ്ടായത്. ഇത് UPയിൽ അങ്ങനെ ഒരു മാറ്റം, നിസാം പറയുന്ന പോലെ അങ്ങനെ ഒരു മാറ്റമുണ്ടോ? ഈ മാറ്റം ഇപ്പോൾ ഈ പറയുന്ന ഈ
എന്താണ് കവികളും കിളികളൊക്കെ നേരത്തെ ഉണരുന്നു എന്ന് പറയുന്ന പോലെ മാധ്യമരംഗത്തും സ്റ്റോക്ക് മാർക്കറ്റിലും ഒക്കെ ഉണ്ടാകുന്ന മാറ്റം ഈ പ്രതിപക്ഷം മനസ്സിലാക്കുന്നുണ്ടോ? അല്ല, ഞാൻ ശ്രീ നിസാം സയ്യിദ് പറയുന്നത് അദ്ദേഹം ഈ എന്താ പറയുന്നത് എല്ലാം നന്നായി നടന്നാൽ അല്ലെങ്കിൽ ബെസ്റ്റ് പോസിബിൾ സിനാരിയോ ആണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ആ പറയുന്നത് ഇപ്പോൾ യോഗേന്ദ്ര യാദവ് ഒക്കെ ഇപ്പോൾ ഒരു പാർട്ടിസനായി മാറിയിട്ടുണ്ട്, അദ്ദേഹം പക്ഷപാതിയായി മാറിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ചില മാധ്യമങ്ങൾ ഇപ്പോൾ ഇത് പറയുന്നത് ശരിയല്ല, പക്ഷേ എങ്കിലും ഇപ്പോൾ ഇടതുപക്ഷ മാധ്യമങ്ങൾ അത് അങ്ങനെ ഒരു നറേറ്റീവ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഞാനിപ്പോൾ ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് യു പിയിൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ജയിക്കുമെന്ന് പറഞ്ഞാൽ ജയിക്കില്ലല്ലോ. അത് നമ്മൾ പറഞ്ഞ് ഫലിപ്പിക്കാൻ ഒരു നറേറ്റീവ് ഉണ്ടാക്കലല്ലോ അതല്ലല്ലോ എൻ്റെ ഒരു കാര്യം. അപ്പോൾ ഞാൻ പറയുന്നത് വസ്തുനിഷ്ഠമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച ഹരിയാനയിലും ഡൽഹിയിലും ഓരോ ദിവസം ചിലവഴിച്ചിരുന്നു. ഈ ഹരിയാന കർണാൽ സീറ്റ് അവിടെ മുൻ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടറിനെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു, ഹിന്ദിയിലാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് പശ്ചിമ ഉത്തർപ്രദേശുണ്ട്. അപ്പോൾ കൈരാന എന്ന് പറയുന്ന പണ്ട് അമിത്ഷാ മിനി പാകിസ്ഥാൻ എന്ന് വിശേഷിപ്പിച്ച ആ ഒരു സ്ഥലത്തേക്ക് എത്താൻ 30 കിലോമീറ്ററേ ഉള്ളൂ അവിടുന്ന്. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ പറയുന്നത് പോലെ കോൺഗ്രസ് സമാജ്വാദി പാർട്ടി കാര്യമായ സീറ്റുകൾ നേടില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ഗുജറാത്ത് എങ്ങനെയാണോ ഒരു വർഗീയ ലബോറട്ടറിയായി പണ്ട് മാറിയത്, അതുപോലെ ഒരു വർഗീയ ലബോറട്ടറിയായി യു പി എ യോഗി ആദിത്യനാഥ് ഭരണം ഏറ്റെടുത്തതിന് ശേഷം അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. പ്രത്യേകിച്ചും യു പിയിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇപ്പോൾ അവിടെ പലരോടും ചോദിക്കുമ്പോൾ പറയുന്നത് ലോ ആൻഡ് ഓർഡർ എന്ന ഒറ്റ പോയിൻ്റാണ് പറയുന്നത്. അവിടെ സ്ത്രീകൾക്ക് ധൈര്യമായിട്ട് പുറത്തിറങ്ങി നടക്കാം, അല്ലെങ്കിൽ അവിടെ സമാജ്വാദി പാർട്ടി ഭരിച്ചിരുന്നപ്പോൾ വലിയ ഗുണ്ടാഗർദിയായിരുന്നു. പണ്ട് മായാവതിയുടെ ഭരണത്തിൽ വലിയ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ സമാജ്വാദി പാർട്ടിയുടെ ഭരണമായപ്പോഴത്തേക്കും അവിടെ ഈ ദേശീ കട്ട എന്നൊക്കെ പറയുന്ന പോലെ ലോക്കൽ തോക്കുകൾ ഉപയോഗിച്ച് ഒരു ലോലെസ്നെസ്, ഒരു എന്താ പറയുന്നത് മൊത്തത്തിലൊരു ഒരു ലോ ആൻഡ് ഓർഡർ മോശം അവസ്ഥയിലേക്ക്, നിയമവാഴ്ച നടക്കാത്ത രീതിയിലേക്ക് അവിടെ മാറിയിരുന്നു. അതിന് യോഗി ആദിത്യനാഥ് വന്നതിന് ശേഷം കാര്യമായ മാറ്റങ്ങളുണ്ടായി. അത് യോഗി ആദിത്യനാഥ് അദ്ദേഹത്തിൻ്റെ വർഗീയതയും ബുൾഡോസർ രാഷ്ട്രീയവും ഒക്കെ ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ ഈ ഒരു കാര്യം അദ്ദേഹം ഏറ്റെടുത്തത് പണ്ട് VP സിംഗ് 80കളിൽ എങ്ങനെയാണോ മുഖ്യമന്ത്രിയായിട്ട് ഇതുപോലെ അവിടെ കുറേ ഡോണുകളെ, ഇപ്പോൾ മുക്താർ അൻസാരിയുടെ കാര്യം നമുക്കറിയാം, അവിടെ അത്തീഖ് അഹമ്മദിൻ്റെ കാര്യം നമുക്കറിയാം. മുക്താർ അൻസാരി എങ്ങനെയാണ് മരിച്ചത്? വിഷം പതുക്കെ കുത്തിവെച്ചാണ് അദ്ദേഹത്തെ കൊന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തീഖ് അഹമ്മദിനെ ക്യാമറകൾക്ക് മുന്നിൽ തന്നെ ആണ് അദ്ദേഹത്തെ ഒരു എൻകൗണ്ടർ ചെയ്ത് കൊലപാതകം നടത്തിയത്. ഇതൊക്കെ മുസ്ലിം നാമധാരികളായിട്ടുള്ള ഇങ്ങനെയുള്ള ഡോൺമാരെ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നു, ബുൾഡോസർ രാഷ്ട്രീയം നടത്തുന്നു, അവിടെ ഇവരുടെ വീടുകളും സ്വത്തുക്കളും ഒക്കെ തകർക്കുന്നു. അത് ഒരു സന്ദേശം, ഒരു വർഗീയ സന്ദേശം ഒരു വശത്ത് നടക്കുന്നു. അതിനിടയ്ക്ക് BSP പോലെയുള്ള ഒരു പാർട്ടി ഉണ്ട് അവിടെ. ഇപ്പോൾ ഇന്നലെ പോളിംഗിൽ നടന്ന 10 സീറ്റുകൾ, അതിൽ 4-5 സീറ്റുകൾ സമാജ്വാദി പാർട്ടിയുടെ കുത്തക സീറ്റുകൾ എന്ന് കരുതാവുന്ന സീറ്റുകളാണ്. അവിടെയൊക്കെ BSP നിർത്തിയിരിക്കുന്ന മുസ്ലിം സ്ഥാനാർത്ഥികളെയാണ്. അതെന്തിനാണ് മുസ്ലിം സ്ഥാനാർത്ഥികളെ BSP അവിടെ തെരഞ്ഞുപിടിച്ച് നിർത്തിയത്? അവിടെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യിക്കാനാണ്. അവിടെ BJPക്ക് കഴിഞ്ഞ തവണ 62 സീറ്റ് കിട്ടിയിട്ടുണ്ട് 80-ൽ. ആ 62-ൽ കൂടുതൽ കിട്ടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് 75 കിട്ടിയില്ലെങ്കിലും അത് 62-ൽ കൂടും, ഒരു സീറ്റെങ്കിലും കൂടും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഈ പറയുന്നത് പോലെ നമ്മൾ ഈ യോഗേന്ദ്ര യാദവ് പറയുന്നതും അല്ലെങ്കിൽ വയറിൻ്റെ റിപ്പോർട്ടർ എഴുതുന്നതും ഒക്കെ മാത്രം ഒരു വശത്ത് നിന്ന് മാത്രം നമ്മൾ നോക്കിയാൽ പോരല്ലോ. എല്ലാ വശത്തും എങ്ങനെയാണ് എല്ലാ മാധ്യമങ്ങളും ചാനലുകളായാലും അവരുടെ ആൾക്കാർ, അവരുടെ റിപ്പോർട്ടർമാരാണെങ്കിലും ഈ ജേർണലിസം എങ്ങനെയാണ് ഈ ഡെസ്കിൽ കാര്യങ്ങൾ നടക്കുന്നതെന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇതിൽ ഒരു പരിധി വരെ എല്ലാ വശങ്ങളും നമ്മൾ നോക്കണം. അല്ലാതെ ഒരു വശത്ത് നിന്ന് വരുന്ന മാത്രം റിപ്പോർട്ടുകൾ ഉയർത്തിപ്പിടിച്ച് മഹാരാഷ്ട്രയിൽ എങ്ങനെ 24 സീറ്റ് അത് ചിലപ്പോൾ ജയിച്ചേക്കാം, പക്ഷെ അവിടെ അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ലേ, പ്രകാശ് അംബേദ്കറുടെ പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ലേ. കഴിഞ്ഞ തവണ തന്നെ അവിടെ ഈ 2 പാർട്ടികളുടെയും സ്ഥാനാർത്ഥികൾ ഇല്ലായിരുന്നെങ്കിൽ കോൺഗ്രസ് NCPക്ക് 7 സീറ്റ് കൂടുതൽ ജയിക്കാൻ പറ്റുമായിരുന്നു. കോൺഗ്രസിന്റെ ചില സ്ഥാനാർത്ഥികൾക്ക് മാത്രമാണ് പ്രകാശ് അംബേദ്കറിന്റെ പാർട്ടി പിന്തുണ കൊടുത്തിരിക്കുന്നത്.
സാംഗ്ലി എന്നൊരു സീറ്റ് എടുക്കാം. നമ്മൾ 543 സീറ്റും നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇതിൽ പരിഗണിക്കണം. അല്ലാതെ ഓരോ സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞ് CPM പറയുന്നത് പോലെ ഇന്ത്യ മുന്നണി ഇന്ന സംസ്ഥാനത്തുണ്ട് ഇന്ന സംസ്ഥാനത്തില്ല എന്ന് പറയുന്നത് പോലെ അല്ലല്ലോ. ഈ സാംഗ്ലി എന്ന സീറ്റിൽ അവിടെ ഉദ്ധവ് ഠാക്കറെ ഒരു സ്ഥാനാർത്ഥി വെറുതെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. അവിടെ ആ ഒരു ഗുസ്തിക്കാരന് ആ മണ്ഡലത്തിൽ ഒരു പേരുമില്ല. എന്നാൽ അദ്ദേഹത്തിന് 22 സീറ്റാണ് ആദ്യം ചോദിച്ചത്. 21 സീറ്റിൽ അവിടെ ഉദ്ധവ് ഠാക്കറേക്ക് മത്സരിക്കണം, ശിവസേനയ്ക്ക്. അതിനുവേണ്ടി അവിടെ നിർബന്ധിച്ച് ആദ്യം തന്നെ കോൺഗ്രസിനെ പ്രഷർ ചെലുത്തി അവിടെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയാണ്. കോൺഗ്രസിന്റെ കുത്തക സീറ്റായിരുന്നു, പഴയ വസന്തദാദ പാട്ടീലിന്റെ സീറ്റ്. അദ്ദേഹത്തിന്റെ കൊച്ചുമകൻ ഇപ്പോൾ അവിടെ റിബൽ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ അവിടെയുള്ളപ്പോഴത്തെ ചിത്രം എന്താണെന്ന് വെച്ചാൽ അവിടെ റിബൽ സ്ഥാനാർത്ഥിയായിട്ടുള്ള വസന്തദാദ പട്ടേലിന്റെ കൊച്ചുമകനും BJP സ്ഥാനാർത്ഥിയുമായിട്ട് തന്നെയാണ് അവിടെ നേരിട്ട് മത്സരം നടക്കുന്നത്. അങ്ങനെ പല സ്ഥലങ്ങളിൽ ഈ വോട്ട് സ്പ്ലിറ്റിംഗ് നടക്കും. വോട്ട് കട്ടുവ എന്ന് പറഞ്ഞ് ഒത്തിരി ആൾക്കാർ, അതിപ്പോൾ ആസാമിലെ കാര്യം എടുക്കാം. ഈ ബംഗാളിൽ CPM-ഉം കോൺഗ്രസുമായിട്ട് സഖ്യമുണ്ട്. തൊട്ടടുത്ത് അപ്പുറത്ത് ആസാമിലെത്തുമ്പോഴോ അവിടെ കോൺഗ്രസിനെതിരെ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത് TMC മാത്രമല്ല, CPM നിർത്തിയിട്ടുണ്ട്, ആം ആദ്മി പാർട്ടി നിർത്തിയിട്ടുണ്ട്. ആം ആദ്മി പാർട്ടി അവിടെ 2 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. ആകെ 22 സ്ഥാനാർത്ഥികളെയാണ് ആം ആദ്മി പാർട്ടി 543 മത്സരിപ്പിക്കുന്നത്. അതിൽ 2 പേര് ആസാമിലാണ് നിർത്തിയിരിക്കുന്നത്. കോൺഗ്രസിന് സാധ്യതയുള്ള കുറേ സീറ്റുകൾ അങ്ങനെ, അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടിക്ക് സാധ്യതയുള്ള ഉത്തർപ്രദേശിലെ സീറ്റുകളുടെ കാര്യം ഞാൻ പറഞ്ഞു. അതുപോലെ പിന്നെ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ തവണ അല്ലെങ്കിൽ 2014 ഉൾപ്പെടെ ഈ കോൺഗ്രസും BJP-യുമായിട്ടുള്ള അന്തരം ഹിന്ദി ഹൃദയഭൂമിയിൽ വളരെ വലുതാണ്. ചില സീറ്റുകളിൽ 20% കൂടുതലാണ്. അവിടെ കഴിഞ്ഞ തവണ 2019 തെരഞ്ഞെടുപ്പിൽ ഹിമാചൽ പ്രദേശിൽ BJP-യുടെ അഗ്രിഗേറ്റ് സ്കോർ 69.7 അത് കഴിഞ്ഞിട്ട് നിയമസഭ വന്നപ്പോൾ അത് മാറി. പക്ഷേ അത്രയും വലിയ ഗ്യാപ്പ് മറികടക്കുക. ഇപ്പോൾ മണ്ഡിയിൽ കങ്കണ റണാവത്തിനെ വിക്രമാദിത്യ സിംഗ് തോൽപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ കരുതുന്നുണ്ട്. പക്ഷേ അതുപോലെ എല്ലായിടത്തും ഉണ്ടാകണമെന്നില്ല. ചില സീറ്റുകളിൽ ചില സമവാക്യങ്ങൾ വർക്കൗട്ടാകും. ഹരിയാനയിൽ BJP-ക്ക് സീറ്റുകൾ നഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. ചിലപ്പോൾ 4-5 സീറ്റോ 10-ൽ 5 സീറ്റ് വരെ നഷ്ടപ്പെടാം. ചിലപ്പോൾ അതിൽ കൂടുതലോ നഷ്ടപ്പെടാനുള്ള സാധ്യത ഞാൻ കാണുന്നു. അവിടെ കർണാലിൽ 6,58,000 വോട്ടിനാണ് കഴിഞ്ഞ തവണ സഞ്ജയ് ഭാട്ടിയെ ജയിച്ചത്. അവിടെ ഫരീദാബാദ് സീറ്റിൽ കൃഷൻ പാൽ ഗുജ്ജാർ ജയിച്ചത് 6,38,000 വോട്ടിനാണ്. പക്ഷെ അത്രയും വോട്ടുകൾ അത് തിരിക്കാൻ പറ്റും എന്ന് ഞാൻ കരുതുന്നു ഹരിയാനയിൽ. പക്ഷെ അതേ കാര്യം ഞാൻ ഇപ്പോൾ മറ്റ് പല സംസ്ഥാനങ്ങളിലും അത് കാണുന്നില്ല. അതിന് ഓരോ സംസ്ഥാനത്തുള്ള ലോക്കൽ ഫാക്ടേഴ്സ്, ഈ രാജ്പുത്ത് ഠാക്കൂർമാർ ഇപ്പോൾ BJP-ക്കെതിരെ വോട്ട് ചെയ്യുമെന്ന് പറയുന്ന ആൾക്കാർ ഉൾപ്പെടെ മോദിയാണ് അവരുടെ ഏറ്റവും വലിയ ഹീറോ, അല്ലെങ്കിൽ മോദി ഫാക്ടറാണ് അവർക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്കുള്ള വികാരം. അപ്പോൾ ആ മോദി ഫാക്ടറിനെ മറികടക്കാവുന്ന അത്ര ഒരു എതിർപ്പ് അവർക്ക് BJP-യോടില്ല. അത് ചില ഇടത് പ്ലാറ്റ്ഫോമുകളിൽ അങ്ങനെ ചിലർ റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം സത്യമാകില്ല. നമ്മളിപ്പോ രാത്രിയാണ് പകലാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ആകില്ലല്ലോ. ഇത് നമ്മളൊരു ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ ലഭിക്കുന്ന ഒരു വസ്തുനിഷ്ഠ യാഥാർത്ഥ്യമുണ്ട്, അതാണ് പ്രധാനം. ഞാൻ മടങ്ങി വരാസികളിലേക്ക് വളരെ പെട്ടെന്ന് ചെറിയ ഇടവേളയ്ക്ക് ശേഷം.
അതിഥികളിലേക്ക് തിരികെ ഡി ശ്രീജിത്ത്, ഈ പലതരത്തിൽ വൾണറബിലിറ്റി ഉള്ള ഒന്നാണ് ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ആനന്ദ് കൊച്ചുകൂടി വിശദീകരിച്ച പോലെ ഓരോ സംസ്ഥാനത്തും ഓരോ അവസ്ഥയാണ്, ഓരോ സാഹചര്യങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ വോട്ട് ചെയ്യാതിരിക്കുന്നവർ മോദി അല്ലെങ്കിൽ BJP അല്ലെങ്കിൽ മറ്റാർക്കും വോട്ട് ചെയ്യാൻ പറ്റാത്തവരാണ്. അവർക്ക് എത്രമാത്രം നിരാശയും പ്രതിഷേധവും ഉണ്ടെങ്കിൽ പോലും കോൺഗ്രസിന് പോയി വോട്ട് ചെയ്യില്ല എന്ന് വിചാരിക്കുന്ന കുറേ അധികം വോട്ടർമാരുണ്ട്. ഇനി ഭരണവിരുദ്ധ വികാരമുള്ള വോട്ടുകൾ, ആ വോട്ടുകൾ ഷിഫ്റ്റ് ചെയ്യിപ്പിക്കുക, അത്രമാത്രം ശക്തമാണോ ഇന്ത്യ മുന്നണി? അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഇന്ത്യ മുന്നണിക്ക് പലതരം വീക്ക്നെസ്സുകളുണ്ട്, പലതരം പ്രശ്നങ്ങളുണ്ട്. ഫങ്ഷണലായിട്ട് പ്രവർത്തിക്കുന്ന പല പ്രദേശങ്ങളുമുണ്ട്. ഉത്തർപ്രദേശ് അത്രമാത്രം ഫങ്ഷണലായിട്ട് ഒന്നുമല്ല അവിടെ ഈ പറഞ്ഞ രീതിയിൽ ഏതാണ്ട് SP-യുടെ നേതൃത്വത്തിൽ ഏതാണ്ട് ഒറ്റയ്ക്ക് കാര്യമാണ് അവിടെ. പലതരത്തിൽ സ്ഥാനാർത്ഥികളെ മാറ്റി നിശ്ചയിക്കുക എല്ലാം ചെയ്തത് ഇപ്പോൾ ഒരു തരത്തിലൊരു സോഷ്യൽ എഞ്ചിനീയറിങ്ങിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ മറ്റ് പല സ്ഥലങ്ങളിലും ഇന്ത്യ മുന്നണിക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. നമ്മൾ പറയുന്ന രീതിയിലുള്ള ഒരു വലിയ പ്രതീക്ഷയോടുകൂടി നമുക്ക് കാണാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യം ഇതേപോലെ ഏതാണ്ട് ഈ ഫസ്റ്റ് ഹാഫിൽ ഈ 52% ഇത് കഴിഞ്ഞാൽ 284 സീറ്റുകളിൽ ഏതാണ്ട് ഒരു 160ഓളം സീറ്റുകളിൽ BJPക്ക് 50%-ലേറെ വോട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന ഒരു 4 ഘട്ടത്തിലായിട്ട് ഏതാണ്ട് ഒരു 60 സീറ്റുകളിലും BJP വിജയിച്ചിരിക്കുന്നത് ഒരു 50%-ലേറെ വോട്ട് പിടിച്ചുകൊണ്ടാണ്. ഈ 50%-ൽ വോട്ട് പിടിച്ച ഏതാണ്ട് ഒരു 220ഓളം സീറ്റുകളുണ്ട്. ആ സീറ്റുകളിൽ താഴേക്ക് BJPക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അത്തരത്തിലേക്കൊന്നും അത് നമ്മളൊരു വലിയ പ്രതീക്ഷകളും സംഭവങ്ങളുമായിരിക്കും അതിൽ. അത് മാത്രമല്ല ആ ലെവലിലേക്ക് പോലും അവർ താഴുക എന്ന് പറയുന്നത് വലിയ കുറവാണ്. പക്ഷേ ഈ 400 സീറ്റ് എന്ന് പറയുന്ന ഒരു വലിയ ആഘോഷവുമായിട്ടാണ്, വലിയൊരു പ്രതീക്ഷയുമായിട്ടാണ് BJP വന്നത്. അതുകൊണ്ട് അതിനെ തടഞ്ഞു നിർത്താനായിട്ടുള്ളൊരു ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. അത് ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിലൊരു ഇന്ത്യ മുന്നണിയുടെ ശക്തി കൊണ്ടോ അല്ലെങ്കിൽ പ്രാദേശികമായിട്ട് പല പാർട്ടികളുടെ ശക്തി കൊണ്ടോ മാത്രമല്ല, മറിച്ച് ജനങ്ങൾക്കിടയിൽ സ്വാഭാവികമായിട്ടും ഒരു മടുപ്പുണ്ടായിട്ടുണ്ട്. പലതവണയായി ആവർത്തിച്ച് മോഡി 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 എന്ന് മാത്രം കേൾക്കുന്നതിൻ്റെ കുഴപ്പമുണ്ട്. അതിൽ കൂടുതലായിട്ട് പ്രത്യേകിച്ച് ഒന്നും വാഗ്ദാനം ചെയ്യാനായിട്ട് ഇത്തവണ BJPക്ക് ഇല്ല എന്നുള്ളതൊരു പരമപ്രധാനമായൊരു കാര്യമാണ്. ഇതിനെല്ലാം അപ്പുറത്തേക്ക് വർഷങ്ങളായിട്ട് BJP ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു തന്ത്രം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുറച്ച് കാലമായിട്ടിരിക്കുന്നത് ഈ IT സെല്ലും ഇൻ്റർനെറ്റും ഉപയോഗിച്ചുള്ളൊരു പ്രചരണമാണ്. അതിനെ തടഞ്ഞു നിർത്താനായിട്ട് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇപ്പോൾ നമ്മൾ പറയുന്നത് ധ്രുവറാട്ടിയോ അല്ലെങ്കിൽ ദേശഭക്തോ ഒന്നും മാത്രമല്ല, ധാരാളമായിട്ടുള്ള മറ്റേ ലോക്കൽ ഹിന്ദി ഒരു പ്രാദേശിക യൂട്യൂബേഴ്സും പ്രാദേശിക ജേർണലിസ്റ്റുകളും ഇതേപോലെ ഉപയോഗിക്കുന്നു. ഇപ്പോൾ നമ്മൾ രവീഷ് കുമാർ അടക്കം പ്രസൂൺ വാജ്പേയി അടക്കം എത്രയോ പേര് അവരവരുടെ ചാനലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനെല്ലാം മോശമല്ലാത്ത റീച്ചുകൾ കിട്ടുന്നുണ്ട്. ഇവരെല്ലാവരും ഒരു സ്വാഭാവികമായ ഹിന്ദി ഭാഷയിലാണ് സംസാരിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞ് അത് 2019 ശേഷമുള്ളൊരു കാലത്ത് പതുക്കെയാണെങ്കിലും അത് ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. അത് ദേശീയ തലത്തിൽ ഒരു അവയർനെസ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ഈ ഇലക്ഷനിൽ BJPക്ക് എതിരായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും BJPക്ക് നിരന്തരമായിട്ട് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അർബൻ വോട്ടർമാരിൽ ഇത്തവണ ഒരുപക്ഷെ വോട്ട് ചെയ്തില്ലെങ്കിലും മോഡി ജയിക്കുമെന്ന് വിചാരിച്ചിട്ടാണോ അല്ലെങ്കിൽ അത് ചെയ്തിട്ട് അങ്ങനെ ചിഹ്നങ്ങൾ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ പല സ്ഥലത്തും ഇപ്പോൾ യാദവും എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരും എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഏതാണ്ട് എല്ലാ കാലത്തും ഇദ്ദേഹം ഒറ്റയ്ക്ക് തന്നെയായിരുന്നു പ്രചരണം നടത്തിയത്. പക്ഷേ അതിനുശേഷമുള്ള ദിവസങ്ങളിലായിട്ട് ഇവരെല്ലാവരും എത്തിയിട്ടുണ്ട്. പക്ഷേ അവിടെയും അഖിലേഷ് നയിക്കുന്ന, ഇവിടെ UP-യിൽ അഖിലേഷ് നയിക്കുന്നു, ഇവിടെ ബീഹാറിൽ തേജസ്വി നയിക്കുന്നു. ആ രീതിയിൽ പ്രാദേശികമായിട്ട് ഇവർ നയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പുകൾ തന്നെയാണ് പല സ്ഥലത്തും നടക്കുന്നത്. കോൺഗ്രസ്സിന് ശക്തിയുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസ് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കർണാടക പോലെയുള്ള സ്ഥലങ്ങളിൽ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. മധ്യപ്രദേശ് പോലുള്ള ഒരു സ്ഥലത്ത് അവരുടെ ഇഷ്ടമായിട്ടുള്ള കോൺഗ്രസ് എങ്ങനെയെങ്കിലും തടഞ്ഞു നിർത്തി ഒരു മത്സരം നടത്താനായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അങ്ങനെ പലയിടത്തും നമുക്ക് കാണാം. പക്ഷേ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഒരു ഫങ്ഷണലായിട്ടുള്ള ഒരു മുന്നണി എന്നതിനും അപ്പുറത്തേക്ക് ഇങ്ങനെ പല സ്ഥലത്തും ഒരു പ്രാദേശികമായിട്ട് വലിയ അസ്വാരസ്യങ്ങൾ ഇല്ലാതെ നിൽക്കാനായിട്ട് ഉള്ള ശ്രമം കൂടിയാണ്. നേരത്തെ പക്ഷേ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഉത്തർപ്രദേശിൽ വലിയൊരു പ്രശ്നമായിട്ട് മാറാവുന്നത് BSP ആണ്. കാരണം BSP പലയിടത്തും സമാജ്വാദി പാർട്ടിയെ തോൽപ്പിക്കാൻ പാകത്തിന്
സ്ഥാനത്തിന് മാത്രം ധാരാളം സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ വെസ്റ്റേൺ യു പിയിൽ എത്രമാത്രം ഗുണമുണ്ടായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വെസ്റ്റേൺ യു പി കഴിഞ്ഞ തവണ തന്നെ അത്യാവശ്യം ഈ മുന്നണിക്ക്, അതിൽ പ്രത്യേകിച്ചും BSPക്ക് ഒക്കെ കൂടുതലായിട്ട് സീറ്റ് കിട്ടിയ സ്ഥലങ്ങളാണ്. അവിടെയൊന്നും ഇത്തവണ നേരെ തിരിച്ചാണ് എന്നുള്ള ആദ്യത്തെ ഒരു വലിയ ഒരു പ്രഭാവം ഒന്നും ഒട്ടും ഉണ്ടായിരുന്നില്ല. വളരെ കുറച്ച് 1-2 സീറ്റുകളിൽ മാത്രമാണ് ഒരു പ്രതീക്ഷ പോലും ഇവർക്ക് ഈ മുന്നണിക്ക് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷകളൊന്നും യു പിയിൽ നിന്ന് വേണ്ട എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ബീഹാറും മഹാരാഷ്ട്രയും ഒരു തരത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരവസ്ഥയിലേക്കാൾ വളരെയധികം മെച്ചപ്പെടാനായിട്ട് സാധ്യതയുണ്ട് എന്ന് പലരും പറയുന്നുണ്ട്. കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് അവിടെ പ്രവർത്തിക്കുന്ന, ഏതായാലും ഈ മഹാരാഷ്ട്രയിലെ അവശിഷ്ട പാർട്ടികൾ ചേർന്നിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഇന്ത്യ മുന്നണി അതിന് പകരമായിട്ടുള്ള അവിടുത്തെ മുന്നണി ശക്തമായ രീതിയിലും ഫങ്ഷണലുമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പലയിടത്തും ഒരു നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് എന്നുള്ളത് പ്രധാനമാണ് പല പാർട്ടികൾക്കും. അതുകൊണ്ട് തന്നെ ആ പാർട്ടികൾ ഒരു മുന്നണി എന്നതിനപ്പുറത്തേക്ക് ഓരോ പാർട്ടികളും അവരവരുടെ വ്യക്തിപരമായ അല്ലെങ്കിൽ അവരവരുടെ ഒരു രീതിയിലേക്ക് നന്നായിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിനെല്ലാം ഉപരിയായിട്ട് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട, നമ്മുടെ ഈ ഇലക്ഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് BJPയുടെ ഒരു കോൺഫിഡൻസിൽ ഉണ്ടായിട്ടുള്ള ഒരു കുറവാണ്. അതിനെയാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ കൂടുതലുമായിട്ട് ഒരു ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായിട്ടും ഉള്ളത്. നിസാം സെയ്ദ്, ഈ എന്തൊക്കെ പരാധീനതകൾ ഉണ്ടെങ്കിലും ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഒരു ക്യാമ്പയിനർ എന്ന നിലയിൽ അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യ മുന്നണിക്ക് നൽകേണ്ടിയിരുന്ന സംഭാവന വളരെ വലുതാണെന്ന് തോന്നുന്നു. കാരണം പ്രധാനപ്പെട്ട കാരണം, ഒരു വശത്ത് BJP അവരുടെ വോട്ട് ബാങ്കിനെ കുറിച്ചുള്ള പെസിമിസം, ഒരുതരം നിരാശാബോധം വെച്ച് പുലർത്തുന്നു. ആ പോയിന്റിൽ ഏറ്റവും ആഞ്ഞടിക്കാൻ കഴിയുന്ന ഫീൽ ചെയ്യുന്നില്ലേ? ഡൽഹിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വാർത്ത. അല്ല, ഒരു പക്ഷേ നിസാം സെയ്ദ്, ഞാൻ ചോദിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും കേജ്രിവാൾ ഒരു ക്യാമ്പയിനർ എന്നുള്ള നിലയിൽ പ്രധാനമായും കേജ്രിവാളിൻ്റെ സാന്നിധ്യം ഡൽഹിയിലും പഞ്ചാബിലും മാത്രമാണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതിനപ്പുറത്തേക്ക് ഒരു പാൻ ഇന്ത്യ ക്യാമ്പയിനറായി കേജ്രിവാൾ ഉണ്ടാകുമായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. കേജ്രിവാളിന് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന മേഖലകളിൽ കേജ്രിവാളിൻ്റെ സാന്നിധ്യത്തെക്കാളേറെ ഒരുപക്ഷെ അസാന്നിധ്യമായിരിക്കാം ഇന്ത്യ മുന്നണിക്ക് ഗുണമുണ്ടാകുന്നത്. പക്ഷേ ഇവിടെ പറഞ്ഞതിൽ നിന്നൊക്കെ ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, ഇന്ത്യ മുന്നണിയുടെ ശക്തി കൊണ്ട് ഇന്ത്യ മുന്നണി വിജയിക്കും എന്നുള്ള ഒരു മൂഢവിശ്വാസമൊന്നും എനിക്കില്ല. പക്ഷേ ഇന്ത്യ മുന്നണിയുടെ ശക്തിയേക്കാളേറെ ഒരുപക്ഷെ BJPയുടെ അകത്തുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പ്രകടനം ആവർത്തിക്കാൻ സാധ്യമാകാത്ത രീതിയിൽ വളരുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ 50% വോട്ട് നേടി 5 ലക്ഷം വോട്ടിന് ഭൂരിപക്ഷം കിട്ടിയെന്നൊക്കെ പറയുന്നത് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ വലിയ താമസമൊന്നുമില്ല എന്നുള്ളത് പല തെരഞ്ഞെടുപ്പുകളിലും അതിൻ്റെ അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ 283 സീറ്റുകൾ BJPക്ക് 303 സീറ്റുകൾ BJPക്ക് ലഭിച്ചതിൽ 2009 മുതൽ തുടർച്ചയായി ലഭിക്കുന്നത് ഏതാണ്ട് 140 സീറ്റുകളിൽ താഴെയാണ്. അപ്പോൾ BJPക്ക് നഷ്ടപ്പെടാവുന്ന സീറ്റുകളാണ് ബാക്കി 160ഓളം തരംഗങ്ങൾ ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിൽ മാത്രം ലഭിച്ച സീറ്റുകളാണ് 163 സീറ്റോളം ഉള്ളത്. അതുകൊണ്ട് ഈ സീറ്റുകളൊക്കെ കൈമാറുന്നത് അസംഭവ്യമൊന്നുമല്ല. പക്ഷേ ഞാനിന്ന് ഡൽഹിയിലുള്ള പല പത്രലേഖകരായ ചിലർ BJPയെ വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ചില ആളുകളുമായി സംസാരിച്ച മനസ്സിലാകുന്നത്, ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു സ്ഥിതിവിശേഷത്തെക്കുറിച്ച്, ഷെനോറിയെക്കുറിച്ച് BJPക്കുള്ളിൽ ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുന്നില്ലെങ്കിൽ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയാകാൻ അനുവദിക്കില്ല എന്ന് BJPക്കുള്ളിലെ ഒരു വിഭാഗം ഇപ്പോൾ തന്നെ നിലപാടെടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ്. 250 താഴെയാണ് എങ്കിൽ നരേന്ദ്രമോദിയെയും അമിത്ഷായെയും മാറ്റി നിർത്തിക്കൊണ്ടുള്ളൊരു സംവിധാനത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാൻ കഴിയൂ എന്ന് BJPക്കുള്ളിൽ പ്രബലരായ ചില ആളുകളെങ്കിലും ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നു. അവർക്ക് RSSൻ്റെ പിന്തുണ ഉണ്ട് എന്നുപോലെ പറയുന്നു. RSS നരേന്ദ്രമോദിയുടെ പ്രവർത്തന ശൈലിയോട് പൂർണ്ണമായും യോജിപ്പിലാണ് എന്ന് അല്ല എന്നുള്ള സന്ദേശം നമുക്ക് പല രീതിയിൽ ലഭിക്കുന്നുണ്ട്. RSSനെ സംബന്ധിച്ചിടത്തോളം അവർ നരേന്ദ്രമോദിയിൽ നിന്നൊരു ഷോർട്ട് ടൈമായി പ്രതീക്ഷിച്ച 2 കാര്യങ്ങൾ ലഭിച്ചു കഴിഞ്ഞിരുന്നു. ആർട്ടിക്കിൾ 370 റദ്ദ് ചെയ്യുന്നതും അതുപോലെ രാമക്ഷേത്ര നിർമ്മാണം നരേന്ദ്രമോദിയിൽ ലഭിച്ചു കഴിഞ്ഞു. ദീർഘകാല ലക്ഷ്യങ്ങൾക്ക് ഒരു RSS വെച്ചിരിക്കുന്നു. RSSന്റെ പിന്തുണ വേണ്ട വിധം ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് BJPക്ക് ലഭിക്കുന്നില്ല എന്നുള്ള വാർത്തയുമുണ്ട്. എത്രമാത്രം സത്യമുണ്ടെന്ന് നമുക്ക് തെരഞ്ഞെടുപ്പ് ഫലം വന്നാൽ മാത്രമേ അറിയാൻ കഴിയുള്ളൂ. പക്ഷേ RSS പൂർണ്ണമായും നരേന്ദ്രമോദിയോടൊപ്പം ഈ തെരഞ്ഞെടുപ്പ് രംഗത്തില്ല എന്നുള്ള വാർത്തകളും ലഭിക്കുന്നു. അപ്പോൾ
ഈ BJPക്കുള്ളിൽ തന്നെ നരേന്ദ്രമോദിയുടെ ഒരു വൺ അപ്മാൻഷിപ്പിനെ, നരേന്ദ്രമോദിയുടെ അപ്രമാദത്തെ തകർക്കാനുള്ള നീക്കങ്ങൾ പല സ്ഥലത്തും നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രതിഫലനം എങ്ങനെയാകും എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കൂ. പിന്നെയുള്ള ഒരു കാര്യം നമുക്കറിയാം, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്നത് തെരഞ്ഞെടുപ്പ് റാലികളിലോ മീറ്റിങ്ങുകളിലോ ഒന്നുമല്ല. ഏറ്റവും കൂടുതൽ ഫലപ്രദമായി തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ 2019 BJPയുടെ ഒരു തേർവാഴ്ചയായിരുന്നു. പക്ഷെ അത് മാറി വരുന്ന ഒരു കാഴ്ചയാണ് ഈ 2024 എത്തുമ്പോഴേക്കും നമുക്ക് കാണുന്നത്. ധ്രുവറാട്ടിയുടെ ചാനലിൽ 1,94,00,000 പേരാണ് സബ്സ്ക്രൈബേഴ്സ്. രവീഷ് കുമാറിൻ്റെ യൂട്യൂബ് ചാനലിൽ 60 ലക്ഷം ആളുകളാണ്. ഇങ്ങനെ ഒട്ടേറെ ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ BJPയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ ഫലപ്രദമായി പ്രതിരോധിക്കുന്ന കാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് കാണുന്നത്. അപ്പം ഇതൊക്കെ BJPയുടെ ഒരു ബുൾഡോസറിനെ തടഞ്ഞു നിർത്താൻ ഒരു പരിധിവരെ ശരി. ശ്രീ ആനന്ദ് കൊച്ചി, നമുക്ക് ചർച്ച അവസാനിപ്പിക്കണം. സന്ദേശം എത്തുന്നുണ്ട് എന്നുള്ളതാണ് മെസ്സേജ്. ABP ലൈവിൽ ആനന്ദ് കുറച്ചു മുമ്പ് കഴിഞ്ഞ ദിവസം ഒരു ലേഖനം എഴുതിയിരുന്നു. എന്തുകൊണ്ടാണ് ഒരു ചെറിയ പാർട്ടിയായ ആം ആദ്മി പാർട്ടിയെ അമിത്ഷായും മോദിയും വേട്ടയാടുന്നതെന്ന്. ഈ പഞ്ചാബും ഡൽഹിയും പിടിക്കാൻ വേണ്ടിയാണോ BJP കെജ്രിവാളിനെ പുറകെ കൂടിയിട്ടുള്ളത്? അല്ല, അത് ഈ കോൺഗ്രസ് പതുക്കെ ദുർബലമാവുകയാണ്. അപ്പോൾ ഒരു പാൻ ഇന്ത്യൻ പാർട്ടി എന്ന രീതിയിൽ ഒരു സംസ്ഥാനത്ത് മാത്രം ഒതുങ്ങാത്ത, എന്നാൽ BJPയെ നേർക്കുനേർ ഫൈറ്റ് ചെയ്യുന്നു എന്ന് ഒരു വശത്ത് നിൽക്കുമ്പോഴും അവർ ഓരോ സംസ്ഥാനത്ത് ചെല്ലുമ്പോഴും അവർക്ക് വേണ്ട, ആ സംസ്ഥാനത്തിന് വേണ്ട പ്രത്യയശാസ്ത്രം അവർ ഏറ്റെടുക്കുന്നു. ഇപ്പോൾ പഞ്ചാബിൽ ചെന്ന് അവർ എടുത്ത ഒരു നിലപാടായിരിക്കില്ല അവർ കേരളത്തിൽ വന്നാൽ എടുക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ സംസ്ഥാനത്തും പോയിട്ട്, ഇപ്പോൾ ദില്ലിയിലെ കാര്യം തന്നെ എടുക്കാം. ദില്ലിയിൽ ആം ആദ്മി പാർട്ടിക്ക് നിയമസഭയിൽ വോട്ട് ചെയ്യുന്ന ഭൂരിപക്ഷം ആൾക്കാരും ലോക്സഭ വരുമ്പോൾ BJPക്കാണ് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ BJPയുടെ തന്നെ വോട്ടർമാരെ സ്വാധീനിക്കാനും രാമന് പകരം ഹനുമാനെ പ്രതിഷ്ഠിക്കാനും BJPയെ നേർക്കുനേർ വെല്ലുവിളിക്കാനും ഇപ്പോൾ നല്ല ഹിന്ദി ഭാഷയിൽ, വളരെ സരളമായ ഭാഷയിലാണ്, നല്ല സരളമായ ഭാഷയിൽ തന്നെ പ്രധാനമന്ത്രിയെ വെല്ലുവിളിക്കാനും ഇത് നല്ലൊരു ഒരു നറേറ്റീവ് സൃഷ്ടിക്കാനും സമൂഹ മാധ്യമങ്ങളിൽ വലിയ പിന്തുണ ഉണ്ടാക്കാനും ഒക്കെ കഴിവുള്ള ആം ആദ്മി പാർട്ടി എന്ന കൊച്ചു പാർട്ടിയെ BJP കോൺഗ്രസിനേക്കാൾ ഭയക്കുന്നു. കോൺഗ്രസിൽ രാഹുൽ ഗാന്ധിയെ എന്നുവരെ നേതാവായി തുടരുന്നു, അന്നുവരെ BJPക്ക് കോൺഗ്രസ് ഒരു വെല്ലുവിളിയല്ല. ഇപ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളെല്ലാവരും ഇതെല്ലാം തെരഞ്ഞെടുപ്പിനെ വളരെ സസൂക്ഷ്മം വീക്ഷിക്കുന്ന സീനിയറായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കൂ, ഇവിടെ പ്രിയങ്ക ഗാന്ധിയെ നരേന്ദ്രമോദി എന്തെങ്കിലും പറയുന്നുണ്ടോ? BJPക്കാരെന്തെങ്കിലും പറയുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധി മോദിയെ വിശേഷിപ്പിച്ചത് ഷാദി വാലെ അങ്കിൾ, ഈ ബക്വാസ് ബോൽനെ വാലെ ഷാദി വാലെ അങ്കിൾ, ഈ കല്യാണങ്ങൾക്കൊക്കെ വന്നിട്ട് വലിയ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നൊരു ഒരു അങ്കിൾജിയെ ആയിട്ടാണ് താരതമ്യപ്പെടുത്തിയത്. എന്നിട്ട് പ്രിയങ്ക ഗാന്ധിക്കെതിരെ നരേന്ദ്രമോദി ഒന്നും പറയുന്നില്ല. അപ്പോൾ അത് ഒക്കെ മനസ്സിലാക്കേണ്ട കാര്യം, കോൺഗ്രസിനെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന സാം പിട്രോഡയെ പോലെയുള്ള മണ്ടന്മാർ അമേരിക്കയിൽ നിന്ന് പറയുന്ന വാചകങ്ങളൊക്കെ ഉപയോഗിച്ച് ഇവിടെ മോദിക്ക് ഈ കോൺഗ്രസിനെ എതിർക്കാൻ പറ്റും. പക്ഷേ ആം ആദ്മി പാർട്ടിയെ പോലെ കൃത്യമായി നിരന്തരം രാഷ്ട്രീയം കളിക്കുന്ന ഒരു ചെറിയ പാർട്ടിയെ പോലും BJP ഭയപ്പെടുന്നു, നരേന്ദ്രമോദി ഭയപ്പെടുന്നു. ഇവിടെ RSS ഒക്കെ BJPക്ക് പൂർണ്ണ പിന്തുണ തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ 250 സീറ്റിലേക്ക് എങ്ങാനും എത്തിയാൽ 2026 ആകുമ്പോഴത്തേക്കും മോഹൻ ഭഗവത്തിനും നരേന്ദ്രമോദിക്കും പ്രായം ഏകദേശം തുല്യമാണ്. മോഹൻ ഭഗവത് 75 വയസ്സിൽ അദ്ദേഹം റിട്ടയർ ചെയ്യുമെന്ന് പണ്ട് പറഞ്ഞിരുന്നു. അദ്ദേഹം റിട്ടയർ ചെയ്താൽ നരേന്ദ്രമോദി റിട്ടയർ ചെയ്യേണ്ടി വരില്ലേ? ഈ 250 സീറ്റാണെങ്കിൽ ചെയ്യേണ്ടി വരും. 272 കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ കിട്ടിയ 303 എത്തിക്കാൻ പറ്റിയാൽ മോദിക്ക് പിന്നീടും തുടരാൻ പറ്റും. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. ശരി, എന്തായാലും ഈ വരാൻ പോകുന്ന ഘട്ട തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളല്ല, അപ്രതീക്ഷിതമായ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ടാകുമെന്ന് കൂടി പ്രതീക്ഷിക്കേണ്ടതുണ്ട്. കാരണം മറ്റ് പല കാര്യങ്ങൾ കൂടി ഉൾച്ചേർന്നതാണ്. അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം കിട്ടിയാൽ അത് ഇന്ത്യ മുന്നണിയുടെ ക്യാമ്പയിനെ എങ്ങനെ സഹായിക്കും എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ്. വളരെ നന്ദി ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ശ്രീ D. ശ്രീജിത്ത്, നിസാം സെയ്ദ് ഇത്രയും സംസാരിച്ചതിന് വേണ്ടി.